പ്രിലിമിനറി പരീക്ഷ ഒരിക്കലും ഇത്രയും ബുദ്ധിമുട്ടായിട്ട് നടത്തേണ്ട കാര്യമില്ലായിരുന്നു. കാര്യം ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് കഴിഞ്ഞത് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ചാകര എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്ന 5 പരീക്ഷകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഈ ഒരു 5 ഫേസിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നടന്നിട്ടുള്ള ഈ പരീക്ഷ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആവശ്യമുള്ള ഒരു ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക, അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതുപോലെ തന്നെ മാത്സ്, സാധാരണ മാത്സ് ആണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലേ. പക്ഷേ ഈ പരീക്ഷയ്ക്ക് കാണാനായിട്ട് കഴിഞ്ഞു നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻസ് തന്നെ എന്ന് പറയുമ്പോൾ മാത്സിനെക്കാളും ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ ജി കെ ക്വസ്റ്റ്യൻസ്. എന്ത് തന്നെ ആയാലും ഒരു പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ ആണ് ഇപ്പോൾ കേരള PSC ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒന്നാമത്തെ ഫേസ് കഴിഞ്ഞു, 2, 3, 4, 5 ഫേസ് പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് ഒന്നാമത്തെ ഫേസ് അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, രണ്ടാമത്തേത് കുറച്ച് എളുപ്പമായിരുന്നു, മൂന്നാമത്തേത് പിന്നെയും അവർ കടുപ്പിച്ചു, നാലാമത്തേത് കുറച്ച് അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു, അഞ്ചാമത്തേത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആറാമത്തെ ഫേസ് നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോ മാത്സിലൊക്കെ പാറ്റേൺ വെച്ച് നോക്കില്ലേ, അതുപോലെ നോക്കുകയാണെങ്കിൽ ആറാമത്തെ ഫേസ് കുറച്ചും കൂടി എളുപ്പമായിരിക്കേണ്ടതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ കേരള PSC എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരിനി വരുത്താൻ പോകുന്ന മാറ്റം എന്താണെന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ എന്ത് തന്നെയായാലും നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ പരീക്ഷയെ കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ പരീക്ഷയ്ക്ക് നമ്മൾ അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്ന ഒരു ഉത്തരം അവരെ ശരിയാക്കി, അല്ലെങ്കിൽ അവര് ആൻസർ കീയിൽ അഭിനവ് ബിന്ദ്രയാണ് ശരി, നീരജ് ചോപ്ര എന്താണ് നമ്മുടെ ഗോൾഡ് മെഡൽ കിട്ടിയ ആദ്യത്തെ അത്ലറ്റ് എന്ന് പറയുന്നത് എന്താക്കി അവര് അത് നീരജ് ചോപ്രയ്ക്ക് പകരം അത് അവർ അഭിനവ് ബിന്ദ്രയ്ക്ക് മാറ്റി അല്ലെ. അപ്പൊ തെറ്റുത്തരങ്ങൾ അവര് തന്നെ തന്നിട്ട് ആ ഉത്തരങ്ങൾ തന്നെ പഠിക്കേണ്ട ഒരു രീതിയിലേക്ക് നമ്മുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് അവർ മാറ്റികളയാണ്. എന്ത് തന്നെയായാലും ഇന്ന് പരീക്ഷ എഴുതിയവർക്ക് സത്യത്തിൽ ഒരു അടി തന്നെയാണ് കിട്ടിയത്. അപ്പോ നോർമലൈസേഷൻ ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കട്ട് ഓഫ് കൂടുമോ കട്ട് ഓഫ് കുറയുമോ അങ്ങനെയുള്ള ഒരു ചോദ്യവും കൂടി തീർച്ചയായും സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, കട്ട് ഓഫ് എന്തായാലും കുറഞ്ഞു തന്നെ ഇരിക്കും. അതിൽ വേറെ സംശയമൊന്നുമില്ല. കാര്യം ഇത് പ്രിലിമിനറി പരീക്ഷ മാത്രമാണ്. മാത്രമല്ല ഓരോ പരീക്ഷയ്ക്കും ഓരോ പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും എല്ലാ പരീക്ഷയും നമുക്ക് ഒരേ ഒരു ത്രാസ് എടുത്ത് വെച്ചാൽ എല്ലാ പരീക്ഷയും നമുക്ക് ഒരേ ത്രാസിൽ അല്ലെങ്കിൽ ഒരേ വെയിറ്റ് വെച്ച് നമുക്ക് തൂക്കാനായിട്ട് കഴിയത്തില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 1, 3, 5 പരീക്ഷ ബുദ്ധിമുട്ടായിരുന്നു, 2, 4 സിമ്പിൾ ആയിരുന്നു, വളരെ സിമ്പിൾ പരീക്ഷയായിരുന്നു. മാത്സ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അത്യാവശ്യം അറിയാവുന്നവർക്ക് തന്നെ 20-ന് ഒരു 18 കൂടുതൽ ശരി ഉത്തരം വാങ്ങിക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും നോർമലൈസേഷൻ ഉണ്ടാവും, കട്ട് ഓഫ് കുറഞ്ഞു തന്നെ ആയിരിക്കും. നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു 40 മാർക്ക് അല്ലെങ്കിൽ ഒരു 35-ന് മേലെ, 35 എന്ന് ഞാൻ പറയുന്നത് ഒരു 35 നിങ്ങൾ നോക്കണ്ട, ഒരു 40 മാർക്കിന് മേലെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 10th പ്രിലിംസിന് ഏകദേശം 8-8ഓളം പോസ്റ്റുകളുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പോസ്റ്റിനെങ്കിലും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സെലക്ഷൻ കിട്ടിയിരിക്കും, ഒരു സംശയം വേണ്ട. ഒരു 40 കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം, കാരണം നിങ്ങൾ പ്രിലിംസ് പാസ്സാവും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി 6ാമത്തെ ഫേസിലേക്ക് പരീക്ഷ ഉള്ളവരെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ അളവൊക്കെ കണ്ടല്ലോ അല്ലെ. അപ്പൊ എന്തായാലും ഇതിന്റെ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ മാക്സിമം നേരത്തെ തന്നെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്കുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലിങ്ക് ഒന്ന് ഓൺ ആക്കിയ ശേഷം നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഇട്ടേക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം, പരീക്ഷയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ.